മട്ടന്നൂർ ചാവശ്ശേരി കൂരൻമുക്കിൽ ലോറി നിയന്ത്രണം വിട്ട് വൈദ്യുത തൂണിലും കടകളിലും ഇടിച്ച് അപകടം. ചൊവ്വാഴ്ച പുലർച്ചെ 5:30ഓടെയായിരുന്നു സംഭവം. റോഡരികിൽ നിർത്തിയിട്ട കാറിലും ഇടിച്ച ലോറി 3 കടമുറികളും തകർത്തു. ബസ് കാത്തു നിന്നയാൾക്കും അപകടത്തിൽ പരിക്കേറ്റു. ഹൈദരാബാദിൽ നിന്ന് കണ്ണൂരിലേക്ക് സോളാർ പാനൽ കയറ്റി പോവുകയായിരുന്ന കൂറ്റൻ ലോറിയാണ് നിയന്ത്രണം വിട്ട് അപകടമുണ്ടായത്. കൂരൻമുക്ക് ഇറക്കത്തിൽ നിന്ന് നിയന്ത്രണം വിട്ട ലോറി റോഡരികിലെ വൈദ്യുത തൂണിൽ ഇടിച്ച ശേഷം റസാഖിന്റെ ഇരുനില കെട്ടിടത്തിൽ ഇടിച്ച് മുന്നോട്ട് നീങ്ങി റോഡരികിൽ നിർത്തിയിട്ട നിസാമിന്റെ കാറിലും VRS വെജിറ്റബിൾസ് കടയിലും ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ പച്ചക്കറി കടയിലേക്ക് പാഞ്ഞു കയറി. പച്ചക്കറി കടയുടെ മുൻഭാഗത്തെ ഷീറ്റുകളും നെയിം ബോർഡുകളും തകരുകയും പച്ചക്കറികൾ നശിക്കുകയും ചെയ്തു. റസാഖിന്റെ കെട്ടിടത്തിന്റെ താഴെ നിലയിലെ 2 മുറികളും തകർന്നു. 4ഓളം വൈദ്യുത തൂണുകൾ തകർന്നതിനാൽ പ്രദേശത്ത് വൈദ്യുത ബന്ധം തടസ്സപ്പെട്ടു. റോഡരികിലെ തണൽ മരവും ലോറി ഇടിച്ച് തകർന്നു. കുടിവെള്ള വിതരണ പദ്ധതിയുടെ പ്രവൃത്തിക്കായി ഇറക്കി വെച്ച വലിയ പൈപ്പും ലോറി ഇടിച്ച് വലിച്ചു കൊണ്ടുപോയി. വൈദ്യുത തൂൺ 100 മീറ്ററോളം വലിച്ചിഴച്ചു കൊണ്ടുപോയി. മട്ടന്നൂർ ഭാഗത്തേക്ക് പോകാൻ ബസ് കാത്തുനിന്ന വട്ടക്കയം സ്വദേശിക്കും അപകടത്തിൽ പരിക്കേറ്റു. ഇയാൾ ആശുപത്രിയിൽ ചികിത്സ തേടി. അപകട വിവരം അറിഞ്ഞ് മട്ടന്നൂരിൽ നിന്ന് പോലീസും KSEB അധികൃതരും സ്ഥലത്തെത്തി. കൂരൻമുക്കിൽ ചെറുതും വലുതുമായ നിരവധി അപകടങ്ങൾ നടന്നിട്ടും അപകടം ഒഴിവാക്കാൻ അധികൃതർ പരിഹാരം കാണാത്തതിൽ ജനങ്ങളിൽ പ്രതിഷേധമുയർന്നിട്ടുണ്ട്.